ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ആളുകൾ ചിന്തിച്ചാൽ കാര്യമില്ല, നേട്ടം കെ മുരളീധരനായിരിക്കും. അപ്പോൾ അതേമാതിരിയുള്ളൊരു നല്ല മനുഷ്യനെ നമ്മുടെ തൃശ്ശൂരിന് കിട്ടി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ പോയ ഒരു കേന്ദ്രമന്ത്രിയാണ്. അത് അവൻ നല്ല ഒരു മനുഷ്യനാണ്, എല്ലാവർക്കും സഹായങ്ങളും ഉണ്ട്. സുനിൽകുമാർ ഇവിടെ ജയിക്കുമെന്നുള്ളത് നല്ല ഉറപ്പാണ്. അത്രയും നല്ല ജനനായകൻ വേറെ ഇല്ല. സുരേഷ് ഗോപി നടനാണെങ്കിലും പക്ഷെ ഒരു ഇത് ചെയ്ത് വോട്ട് അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ചേച്ചി, ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കുമെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം? മുരളീധരൻ. അതെന്താ ഉറപ്പ് പറയാൻ കാരണം? ഉറപ്പ് പറയുന്ന പറഞ്ഞാൽ ഈ കോൺഗ്രസിന് കൂടുതൽ മുൻതൂക്കം ഞാൻ വിചാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് കോൺഗ്രസിന് മുൻതൂക്കം? മുരളീധരൻ ഇതിന് മുന്നേ ഇവിടെ തോറ്റ സ്ഥാനാർത്ഥിയാണല്ലോ. തോറ്റ സ്ഥാനാർത്ഥി അത് ഒരു സ്ഥലത്ത് തോറ്റാൽ വേറൊരു സ്ഥലത്ത് ജയിച്ചൂടെ? അപ്പൊ ഇപ്രാവശ്യം കേന്ദ്രത്തിന്റെ ഈ നയങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടി തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാവുന്നാണ് പറയുന്നത്. അപ്പൊ ഈ സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ടല്ലോ ഇവിടെ, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ആളാണല്ലോ. അപ്പൊ ആ ഒരു മുഖം നമ്മുടെ മനസ്സിൽ വന്ന് ആരെങ്കിലും ഒട്ടു മാറ്റി കുത്തി സുരേഷ് ഗോപിക്ക് വല്ല ജയസാധ്യത ഉണ്ടോ? സുരേഷ് ഗോപിക്ക് ജയസാധ്യത കുറവാ. ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു മുൻ മന്ത്രിയായിരുന്നു നമ്മുടെ LDF സ്ഥാനാർത്ഥി. ആൾക്ക് ഏതെങ്കിലും നേരത്തെ സാധ്യതയുണ്ടോ? സുനിൽകുമാർ ആള് നല്ല വ്യക്തിക്ക് ജയിക്കാൻ അത്ര ഉറപ്പ് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ ഡ്രസ്സ് തയ്ക്കാൻ വന്ന തയ്ച്ചു പഠിക്കാൻ വന്ന ചേച്ചിയുണ്ട്. ചേച്ചിയുടെ അഭിപ്രായത്തില് ആരാ തൃശ്ശൂർ എടുക്കാന്നുള്ളത്? മുരളീധരൻ തന്നെ ജയിക്കും. നിങ്ങളൊക്കെ മുരളീധരനാണല്ലോ. മുരളീധരൻ ഇത്ര ഉറപ്പ് പറയാൻ കാരണം? മുരളീധരൻ നല്ലൊരു വ്യക്തിയാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തൊഴിലുറപ്പിൻ്റെ മേറ്റാണ്. അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ഇതായ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സുരേഷ് ഗോപി മത്സരിക്കുന്നുണ്ടല്ലോ, നമ്മള് സിനിമയിലൊക്കെ കണ്ട് ആരാധിച്ചോണ്ടിരുന്ന ആളാണ്. ആ ആള് ഇവിടെ വല്ല വോട്ട് പിടിച്ച് ജയിക്കാൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സാധ്യത കാണുന്നില്ല. ആള് എല്ലാം ജയിക്കും. സുരേഷ് ഗോപി നടനാണെങ്കിലും പക്ഷെ ഒരു ഇത് ചെയ്ത് വോട്ട് അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ സാധ്യത ഇല്ല. അല്ല, ഈ മുരളീധരന്റെ ഒരു പെങ്ങള് BJPയിലേക്ക് പോയിട്ടുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കോൺഗ്രസിന്റെ ഇല്ല ബാധിക്കില്ല. അപ്പൊ മോഡിയുടെ ഒരു ഗ്യാരണ്ടി തൃശ്ശൂർ നടക്കില്ല. മോഡി പോവും, രാഹുൽ ഗാന്ധി ഭരിക്കും. അത് പറയുന്നത് തൃശ്ശൂര് ക്യാമറ ജയിക്കും. ഇപ്രാവശ്യം തൃശ്ശൂര് ആരെടുക്കുമെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഇവിടെ ഷൂറായിട്ട് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും ഉറപ്പ് പറയണ. അയാളാത്ത സുരേഷ് ഗോപിയാണെന്ന് വെച്ചാൽ ഇത്ര നല്ലൊരു മനുഷ്യൻ ഈ നമ്മുടെ കേരളത്തിലൊരു രാഷ്ട്രീയ ഇതിലെ ഇതായിരിക്കും മാത്രമല്ല. സുരേഷ് ഗോപി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നാട്ടിനോട് ചെയ്തത്? നാട്ടിലിപ്പോ ഒരുപാട് തൃശ്ശൂർ ശക്തനിൽ തന്നെയുള്ള മാർക്കറ്റിന്റെ ഇത് തന്നെ എത്ര പാവങ്ങൾക്ക് സഹായം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ നല്ലൊരു കാര്യങ്ങളല്ലേ. അപ്പോൾ അതേമാതിരിയുള്ളൊരു നല്ല മനുഷ്യനെ നമ്മുടെ തൃശ്ശൂരിന് കിട്ടി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ പോയ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഈ നാടിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ? ഈ നാടിനിപ്പോൾ ഇതിൽ MP ഫണ്ടിന് ഇതിൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ പാലം വരുന്നത്. ഈ പാലത്തിൻ്റെ കയ്യിൽ എങ്ങനെ ഒരു റിംഗ് റോഡായിട്ട് കിടക്കുന്ന ഒരു ഫണ്ട് വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ കേന്ദ്രത്തിൻ്റെ അത് ചുരുപ്പിൽ ഇതിൽ വന്നതാണ്. അപ്പോൾ കേന്ദ്രത്തിൽ യാതൊരു സംശയമില്ലല്ലോ. മറ്റൊരു 40 ആളെ ജയിക്കാൻ കോൺഗ്രസ് 40ഉം ഇവിടെ ഇടതുപക്ഷം 4 ആളും ജയിച്ചാൽ പോകാൻ പോണത്. അവിടെ ചെന്ന് അവർ ഡെസ്ക് മേടിക്കാനും അതേമാതിരി തന്നെ ബില്ലുകൾ കയറി തന്നെ അവർ ശ്രമിക്കുന്നുള്ളൂ. നാട്ടുകാർക്ക് നല്ല ആളെ ഇത്ര നാളും അവരുടെ MPമാരായിട്ട് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ്. ഈ സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ വേണ്ടി വടകരയിൽ സ്ഥാനാർത്ഥി വെച്ച മുരളീധരനെ ഇവിടെ കൊണ്ടുവന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആളൊന്നും വന്നിട്ട് ഇവിടെ ആളുടെ പെങ്ങളിപ്പോൾ വന്ന് ആൾക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാ ആളെ തോൽപ്പിക്കാൻ പറ്റുക? സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ VS സുനിൽകുമാറിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? VS സുനിൽകുമാറിന് ആള് ഇവിടെ സ്വർണത്തിന് 4% പലിശയാക്കി ഇവിടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അത് ഇല്ലാണ്ടാക്കിയത് കേന്ദ്രത്തിലേക്ക് കത്തായത് ഇല്ലാണ്ടാക്കിയതാണ്. കാർഷിക വായ്പയ്ക്ക് 4% പലിശയ്ക്ക് സ്വർണ്ണം വായ്പ ചെയ്യാൽ അത് പറ്റില്ല. ഇവിടെ മറ്റുള്ള ബാങ്കുകാർ എതിർക്കുന്നു പറഞ്ഞാൽ ഇല്ലാണ്ടാക്കിയ ആളാണ് സുനിൽകുമാർ. അപ്പോൾ സുനിൽകുമാർ ജയിക്കില്ല, മുരളീധരൻ ജയിക്കില്ല. ഇല്ല, സുരേഷ് ഉറപ്പാണ്.
സുനിൽകുമാർ ഇവിടെ ജയിക്കുമെന്നുള്ളത് നല്ല ഉറപ്പാണ്. അത്രയും നല്ല ജനനായകൻ വേറെ ഇല്ല. ആൾ കൃഷിമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് എന്തായാലും സുനിൽകുമാർ തന്നെ ജയിക്കും. ഇവിടെ ഈ ഇലക്ഷനിൽ ഇവിടെ ആര് ജയിക്കാൻ? സുനിൽകുമാർ ജയിക്കും. എന്തുകൊണ്ടത്? അത് അവൻ നല്ല ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും സഹായങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവൻ ജയിക്കുന്ന പ്രതീക്ഷ. ഈ സുരേഷ് ഗോപി സിനിമയിലൊക്കെ ഉള്ള ആളുകൾ ആളൊക്കെ വന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് കൊടുക്കുമോ? കൊടുക്കില്ല. അത് സിനിമ നന്നായതിന് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അതല്ല, നമുക്ക് ആ ആളായിട്ട് വലിയ കണക്ഷൻ ഇല്ല. സുനിൽകുമാറായിട്ടാണ് കണക്ഷനുള്ള. സുനിൽകുമാർ ജയിക്കും. ജയിക്കും. ഈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ തോന്നുന്നത്? അയ്യോ, സുനിൽകുമാർ ഒഴിച്ച് ബാക്കി ആരും ജയിക്കില്ല. സുനിൽകുമാറെ ജയിക്കുള്ളൂ. പറയാൻ കാരണം അത് വർഗീയതയ്ക്ക് എതിരെ പോരാടുന്ന വ്യക്തിയും അതിന് മുന്നേ കൃഷിമന്ത്രിയായിരുന്നു. നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് സുനിൽകുമാർ ഒഴിച്ച് ബാക്കി ആരും ജയിക്കില്ല ഇവിടെ. സുരേഷ് ഗോപിക്ക് നല്ല ജനപിന്തുണ ഒരു രക്ഷയില്ല. അത് ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു നിലയ്ക്കും സുരേഷ് ഗോപിക്ക് ചാൻസ് ഇല്ല തൃശ്ശൂരിൽ. മോഹൻ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അതെന്തെങ്കിലും രീതിയിൽ അത് എന്നും തോൽക്കണ ആളല്ലേ, ഇടയ്ക്കിടയ്ക്ക് തോൽക്കണതാ. കഴിഞ്ഞ തവണ എന്തോ ഭാഗ്യത്തിന് അവിടെ ജയിച്ച് കയറിയതാ. ഇത്തവണ സാധ്യത കുറവാണ്. ചേച്ചി കൊല്ലം തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം? മുരളീധരൻ ജയിക്കുന്നതാണ് അഭിപ്രായം. എന്തുകൊണ്ടാണ് മുരളീധരൻ ജയിക്കേണ്ട കാര്യം? നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്തിന്. മുരളീധരൻ ജയിച്ച സുരക്ഷിത ഉണ്ടാവുന്നതാണ് പറയണത്. അതെ. ഈ സുരേഷ് ഗോപിയൊക്കെ മത്സരിക്കുന്നതുകൊണ്ട് മുരളീധരൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ കേന്ദ്രഭരണം ഇനിയിപ്പോൾ ആര് വേണമെന്നാണ് ഒരു ആഗ്രഹം? ഇപ്പത് കോൺഗ്രസ്സുകാർ ജയിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അത് തന്നെയല്ലേ അവർ തന്നെ കേന്ദ്രത്തിൽ വരണം. അപ്പോൾ മോഡി അധികാരത്തിൽ നിന്ന് പോകണം എന്നുള്ളതാണ്. ചേട്ടാ, തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ ഇപ്പോൾ 3 പേരും വലിയ കുഴപ്പമൊന്നുമില്ല. ശക്തമായിട്ട് തന്നെ 3 പേരും പോകുന്നുണ്ട്. അപ്പോൾ ജയിക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക, ചേട്ടന് ഈ 3 പേരിൽ ആരെയാണ് കൂടുതൽ ജയിക്കണം എന്നൊരു ആഗ്രഹം? ഒരു മാറ്റം ആവശ്യമാണ്, അതാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും പറഞ്ഞു അല്ല, ആരായാലും ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമാണെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല, കേന്ദ്രത്തിലാണോ കേരളത്തിലാണോ? കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറ്റം കൊണ്ടുവരില്ലല്ലോ. അല്ല, ഇത് കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അപ്പോ കേരളത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്തായാലും. ഇല്ല. അപ്പോ എവിടുന്ന് ആര് മാറും? അതിപ്പോ എന്താ പറയാ, മാറ്റം ആവശ്യമാണ്. ആര് ഭരിച്ചാലും കേന്ദ്രം മാറ്റം ആവശ്യമാണ്. അപ്പൊ ആരും മാറി ആര് വരണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ BJP വരുള്ളൂ. BJP വരുള്ളൂ. അപ്പൊ ഇവിടെ സുരേഷ് ഗോപി ജയിക്കണമെന്നാണോ? ജയിക്കണമെന്നാണ്. ജയിക്കാൻ സാധ്യതയുണ്ട് കൂടുതലും. സുരേഷ് ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം? നമുക്കങ്ങനെ അറിയില്ലല്ലോ അയാളെ കുറിച്ച്. എങ്ങനെ നമ്മൾ ഈ സിനിമ കണ്ടും മറ്റുള്ള കാര്യങ്ങൾ കണ്ടുള്ള ഒരു അറിവല്ലേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ നാടിന് എന്തെങ്കിലും ഉപകാരങ്ങൾ സുരേഷ് ഗോപിയോട് ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വ്യക്തമായിട്ട് അറിയില്ലേ കാര്യങ്ങളൊന്നും. അപ്പോൾ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കാനാണ് സാധ്യത. എൻ്റെ കണ്ടീഷനിൽ സുനിൽകുമാർ ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധ്യത ആൾക്കാർ നിൽക്കുന്നു. മുരളീധരന് സാധ്യത കുറവാണ്. കോൺഗ്രസിൻ്റെ പ്രതാപ കാലഘട്ടത്തിൽ ആൾ തോറ്റുപോയതാണ്. പിന്നെ ഇപ്പോൾ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. സുരേഷ് ഗോപി സ്റ്റാർ അതായത് സമയമായില്ല അവർക്ക് ഇപ്പോൾ. ചേട്ടാ, തൃശ്ശൂർ ആരെടുക്കുന്നതാണ് ചേട്ടൻ്റെ അഭിപ്രായം? കെ മുരളീധരൻ. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ആൾ ചെയ്ത നല്ല പ്രവൃത്തികൾ. തൃശ്ശൂർ തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്രാവശ്യം നിൽക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ്? ഈ പ്രാവശ്യം നല്ല നേട്ടങ്ങളുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ അല്ല, നമ്മുടെ ഈ തൃശ്ശൂരിൻ്റെ ഇതിൽ തന്നെ നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. ഇത് സുരേഷ് ഗോപി ഒരു താരപരിവേഷമൊക്കെ വെച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ വല്ല വഴിയുണ്ടോ? ആളുകൾ ചിന്തിച്ചാൽ കാര്യമില്ല. നേട്ടം കെ മുരളീധരനായിരിക്കും. ചേച്ചി, കൊല്ലം തൃശ്ശൂർ ആര് ജയിക്കാൻ സാധ്യത? എനിക്ക് ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച് വലിയ ആരെ മത്സരിക്കുന്നത് അറിയോ? അതറിയാം. സുരേഷ് ഗോപിയാണ്, പിന്നെ VS സുനില്, പിന്നെ അപ്പൊ രാഷ്ട്രീയത്തെ കുറിച്ച് പരിപാടിയില്ലാണ്ട് ഈ 3 പേരുടെ പേരറിയില്ലല്ലോ. ഇതിൽ ആര് ജയിക്കണമെന്നാണ് ഒരാഗ്രഹം? സുരേഷ് ഗോപി ജയിക്കണം. ഭരണം അതെന്താ സുരേഷ് ഗോപി ജയിക്കാൻ? അതല്ല, വ്യക്തികളായിട്ട് ആണ് പറയുന്നത്.
അത്രയും നല്ല സഹായവും സഹകരണത്തോടു കൂടിയിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ കുറേ കാണാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കും. ജയിക്കണം. കഴിഞ്ഞ തവണ തോറ്റതാണ്. അപ്പോൾ കുഴപ്പമില്ല, കൊല്ലം ജയിക്കും. ജയിക്കണം. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.